In this session, we are going to study about a new concept, variable, which is very relevant in case of research. So, variable is anything that change in its quantum or value. എന്ത് സാധനം ആയാലും അതിൻ്റെ ക്വാണ്ടിറ്റിയിലോ മൂല്യത്തിലോ വ്യത്യാസം വരുന്നതിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുക. വേരി ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ചേഞ്ച് ചെയ്യുക എന്നാണ് അല്ലേ. സോ ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ഇൻവേരിയബിൾ അല്ലെങ്കിൽ കൺസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ഓർ ഫിക്സഡ്. ഇതിന് ഓപ്പോസിറ്റാണ് ഫിക്സഡ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ കൺസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഇൻവേരിയബിൾ. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, റിസർച്ചിൻ്റെ വ്യൂവിൽ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്, നമ്മൾ ബിസിനസ് റിസർച്ചിൽ എപ്പോഴും നമുക്ക് വരുന്ന രണ്ട് വേരിയബിൾസാണ് ഈ സെയിൽസും പ്രോഫിറ്റും. നോർമലി പ്രോഫിറ്റ് ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ സെയിൽസ് ആണ്. സെയിൽ കൂടിയ പ്രോഫിറ്റും കൂടും എന്നാണല്ലോ. സോ ബോത്ത് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് കുഡ് ബി വേരിയബിൾസ് ഇൻ എനി സ്റ്റഡി. രണ്ടും മാറുമല്ലോ, സെയിൽസ് കൂടുമ്പോൾ പ്രോഫിറ്റ് കൂടും. നമുക്കൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഓഫ് സെയിൽ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വാല്യൂ ഓഫ് പ്രോഫിറ്റ് ഇല്ല. സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നു, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. സോ ബോത്ത് ദ സെയിൽസ് ആൻഡ് പ്രോഫിറ്റിനെ യു കോൾ ഇറ്റ് ആസ് വേരിയബിൾ. അപ്പോൾ ഇനി ഏതൊരു ബിസിനസ് റിസർച്ചിലും ഈ രണ്ട് കാര്യങ്ങളും സെയിൽസും പ്രോഫിറ്റും നമുക്ക് വേരിയബിൾസ് ആയിട്ട് എടുക്കാം, റിലേറ്റിംഗ് ടു യുവർ ടോപ്പിക്. ഓക്കെ, അപ്പോൾ നോർമലി വേരിയബിൾസ് യൂസ്ഡ് ഇൻ റിസർച്ച്, ബിസിനസ് റിസർച്ച് എന്ന് മാത്രമല്ല ഏത് റിസർച്ചിലും നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസിനെ ഇറ്റ്സ് ക്ലാസിഫൈഡ് ഇൻ ടു 4 categories: ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, മോഡറേറ്റിംഗ് വേരിയബിൾ ആൻഡ് ഇന്റർവീനിങ് വേരിയബിൾസ്. 4 ഡിപ്പെൻഡൻറ്റ്, ഇൻഡിപെൻഡൻറ്റ്, മോഡറേറ്റിംഗ് ആൻഡ് ഇന്റർവീനിങ് വേരിയബിൾസ് ആണ്. സോ ഓൾ ദിസ് തിങ്സ് നമ്മളിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും. സോ ഫോർ ടൈം ബീങ് this is what you mean by variable and these are the 4. So let's see the first type of variable, dependent variable. ഡിപ്പെൻഡൻറ്റ് എന്ന വാക്കിൽ തന്നെ ഒരു മീനിങ് ഉണ്ട്. എന്താണ്? ആശ്രയിക്കുക. സോ മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു വേരിയബിൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒന്നിൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച് മാറുന്ന വാല്യൂയോട് കൂടിയിട്ടുള്ളൊരു വേരിയബിളിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുക. ഒരു എക്സാമ്പിൾ പറയാണ്, വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ദ സെയിൽ ഓഫ് ഐസ്ക്രീം മേ ഗോ അപ്പ്. ടെമ്പറേച്ചർ, അതായത് ചൂട്, കാലാവസ്ഥ ഹോട്ട് ക്ലൈമറ്റ് ആകുന്നതോടുകൂടി, ചൂട് കൂടുന്നതോടുകൂടി സെയിൽ ഓഫ് ഐസ്ക്രീം മേലേക്ക് കുതിക്കും. സോ ഇവിടെ സെയിൽ ഓഫ് ഐസ്ക്രീം ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ആണ്. തണുത്ത കാലത്ത് ഐസ്ക്രീം ആരും അധികം വാങ്ങിച്ച് കഴിക്കില്ല, ചൂട് കാലത്ത് ആൾക്കാർ കൂടുതൽ വാങ്ങിച്ച് കഴിക്കും. അപ്പോൾ അവിടെ ഐസ്ക്രീമിൻ്റെ സെയിൽസിനെ ഐസ്ക്രീമിൻ്റെ സെയിൽസ് എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. കാരണം ടെമ്പറേച്ചറിനെ ആശ്രയിച്ചിട്ടാണ് അത് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളൊരു റിസർച്ചിലും ആക്ച്വലി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ് നമ്മുടെ പ്രൈം കൺസേൺ, നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റ്, നമ്മുടെ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്. കാരണം ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ പല വേരിയബിൾസിനെയും മറ്റു പല വേരിയബിൾസും അനുസരിച്ചിട്ട് മാറ്റം വരുന്നൊരു വേരിയബിളാണ് ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. സോ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള സ്റ്റഡിയുടെ മെയിൻ പ്രോബ്ലം ഫോക്കസ് ചെയ്ത് കിടക്കുന്നത് ആക്ച്വലി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആവും. സപ്പോസ് നമ്മുടെ റിസർച്ചിൽ, ബിസിനസ് റിസർച്ചിൽ സെയിൽസ് കുറയുന്നു എന്നുള്ളതാണ് പ്രോബ്ലം എന്ന് വിചാരിക്കൂ. അപ്പോൾ ആ സെയിൽസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. എന്തുകൊണ്ടൊക്കെ സെയിൽസ് കുറയുന്നു എന്നുള്ളതല്ലേ നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ കണ്ടില്ല, മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഇറ്റ് ഈസ് denoted as the dependent variable. So അതാണ് വേരിയബിൾ എന്നതിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. നെക്സ്റ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി വേരിയബിൾ ആണ്. It is the variable which influences or explains the variation in other variables which are considered for study. For example, നമ്മൾ പറഞ്ഞു ഡിക്രീസ് ഇൻ സെയിൽസ് ആണ് നമ്മുടെ ബിസിനസ് റിസർച്ചിലെ പ്രോബ്ലം. സെയിൽ ആണ് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ഡയറക്റ്റ്ലി ഇഫക്റ്റ് ചെയ്യുന്ന ബാക്കി എല്ലാ വേരിയബിൾസും എന്താണ്, നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്.
So independent variable is actually the variable which influences the dependent variable either in a positive way or negative way. തമ്മിൽ ഒരു കോറിലേഷൻ ഉണ്ട് ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റിന്. അത് ഐദർ പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ്. എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കൂടുന്നതിനനുസരിച്ച് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ കുറയാം, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കൂടുന്നതിനനുസരിച്ച് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ കൂടാം. സോ ഇറ്റ് ഹാസ് ഐദർ എ പോസിറ്റീവ് ഓർ എ നെഗറ്റീവ് റിലേഷൻ എന്നാണ്. സോ അതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, സോ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിന് ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടായിരിക്കാം. സോ അതാണ് കോൺസെപ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. നെക്സ്റ്റ് ഇസ് മോഡറേറ്റിംഗ് വേരിയബിൾ. അപ്പോൾ ദർ ആർ സർട്ടൺ വേരിയബിൾസ് വിച്ച് ഹെൽപ്സ് ടു എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെയും റിലേഷനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സഹായിക്കുന്ന ചില വേരിയബിൾസ് ഉണ്ട്. അത്തരം വേരിയബിൾസിനെ നമ്മൾ മോഡറേറ്റിംഗ് വേരിയബിൾസ് എന്നാണ് പറയുന്നത്. ഇത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഒരു കോസ് ഇഫക്റ്റ് റിലേഷനാണ്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാറുന്നതിനനുസരിച്ചിട്ട് മാറുന്നു. സോ വൺ കോസസ് അതർ ആൻഡ് വൺ ഇഫക്റ്റ്, അങ്ങനെയാണ്. പക്ഷെ ആ ഒരു റിലേഷനെ ഏതെങ്കിലും തരത്തിൽ ആ റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു തേർഡ് വേരിയബിളാണ് മോഡറേറ്റിംഗ് വേരിയബിൾ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഒരു ക്വാളിറ്റേറ്റീവ് വേരിയബിൾ ആയിട്ടുള്ള ജെൻഡർ, റിലീജിയൻ, ക്ലാസ്, എഡ്യൂക്കേഷൻ ഒക്കെ ആവാം. അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള റിവാർഡ്, കംഫർട്ട് സോൺ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ ഷെയർ ചെയ്താലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ട്രെയിനിങ് ഒരു ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് കുറവാണ്. സോ നമ്മൾ അതാണ് റിസർച്ച് വൈ ദർ ഇസ് എ ലാക്ക് ഇൻ പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ്. ഇതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പം നമ്മൾ അവിടെ പ്രോബ്ലം ആണല്ലോ നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് എടുക്കേണ്ടത്. അപ്പം നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് എന്തെടുത്തു? ഇവിടെ പെർഫോമൻസ് എന്ന് എടുത്തു. അപ്പം ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ ഇത് വേരിയബിൾ ആയിട്ട് വിചാരിക്കുകയാണ്. അതായത് ട്രെയിനിങ് കൂടുമ്പോൾ പെർഫോമൻസ് കൂടും. ഇതാണ് നമ്മളുടെ അത് ഒരു കോസ് ഇഫക്റ്റ് ആണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ ഇൻട്രസ്റ്റ് ഫോർ സ്റ്റഡി എന്നൊരു സംഭവം കൂടി ഉണ്ട്. അതായത് ട്രെയിനിങ് കൂടി പെർഫോമൻസ് കൂടേണ്ടതാണല്ലോ. പക്ഷെ ചില സമയത്ത് പല ആൾക്കാർക്കും പല പോലെയാണ് കൂടുന്നത്. എല്ലാ ആൾക്കാർക്കും ശരിക്കും ട്രെയിനിങ് കൂടിയ പെർഫോമൻസ് കൂടേണ്ടതാണ്. പക്ഷെ കൂടുന്നുണ്ട്, എന്നാൽ ആ കൂടേണ്ട റേറ്റ് പലർക്കും പലതാണ്. സോ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു മൂന്നാമതൊരു വേരിയബിളിൻ്റെ സാന്നിധ്യം കൂടി നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഇൻട്രസ്റ്റ് ഓഫ് ദ സ്റ്റഡി, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഫോർ സ്റ്റഡി, പഠിക്കാനുള്ള ആഗ്രഹം. അപ്പോൾ ഈ ഓരോ എംപ്ലോയീസിനും ഈ ഇൻട്രസ്റ്റ് ഫോർ സ്റ്റഡി പലതാണ്. അതുകൊണ്ടാണ് ട്രെയിനിങ് കൂടുമ്പോൾ ശരിക്കും പെർഫോമൻസ് കൂടേണ്ടതാണെങ്കിലും ഓരോ ആൾക്കാരുടെ അനുസരിച്ചിട്ട് നമ്മൾ വിചാരിച്ചത്ര കൂടുകയോ കൂടാതിരിക്കുകയോ ചെയ്യുന്നത്. സോ ആക്ച്വലി ഈ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പിനെ, അല്ലെങ്കിൽ ഈ ഡിപ്പെൻഡൻറ്റ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ അതിനെ മോഡറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? The moderating variable is one that has a strong contingent effect on the independent variable and dependent variable. അല്ലേ, ശരിക്കും ആ റിലേഷൻ ഡിപ്പെൻഡൻറ്റ് ഇൻഡിപെൻഡൻ്റ് ആണ് റിലേഷൻ. പെർഫോമൻസ് കൂടണം നമ്മളുടെ ട്രെയിനിങ് കൂടുമ്പോൾ, പക്ഷെ വിചാരിച്ച രീതിയിൽ കൂടുന്നില്ല. എന്തുകൊണ്ടാ? ഒരു തേർഡ് വേരിയബിൾ ഉണ്ട്, ഇൻട്രസ്റ്റ് ഫോർ സ്റ്റഡി എന്ന് പറഞ്ഞിട്ട്. ആ ഒരു പെർട്ടിക്കുലർ വേരിയബിള് ഈ ഒരു മൊത്തം റിലേഷനെ അങ്ങ് മോഡറേറ്റ് ചെയ്യാണ്. അപ്പം ആളൊന്നുക്ക് വെച്ചിട്ട് ചിലപ്പോൾ വിചാരിച്ച രീതിയിൽ കൂടില്ല. ഒരാൾക്ക് ഹൈ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളുടെ അത്ര പെർഫോമൻസ് ചിലപ്പോൾ ലോ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്ക് കൂടില്ല. നോ ഇൻട്രസ്റ്റ് ഫോർ സ്റ്റഡി ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ ഒട്ടും കൂടിയെന്ന് വരില്ല. സോ ഇവർ തമ്മിലുള്ള റിലേഷനെ മോഡറേറ്റ് ചെയ്യുന്ന ഒരു തേർഡ് വേരിയബിളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോഡറേറ്റിംഗ് വേരിയബിൾ എന്ന് പറയണം. ഇതിൽ ഒരു കാര്യം നമുക്ക് ഓർക്കേണ്ടത്, നമ്മുടെ സ്റ്റഡിയുടെ നേച്ചറിനനുസരിച്ചിട്ടാണ് കേട്ടോ ഇത് ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ മോഡറേറ്റിംഗ് എന്ന് പറയുക. ഇനി നമ്മൾ ഇപ്പോൾ സപ്പോസ് നമ്മൾ പെർഫോമൻസ് കൂടും, നമ്മൾ എടുക്കുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഫോർ സ്റ്റഡി ആണെന്ന് വിചാരിക്കൂ. അപ്പോൾ അവിടെ മോഡറേറ്റിംഗ് ആയിട്ട് കളിക്കുക ചിലപ്പോൾ ആരായിരിക്കും?
ട്രെയിനിങ് ആയിരിക്കും. സോ ഇന്നൊരു വേരിയബിള് അതിന് വേരിയബിൾ ആണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇറ്റ് വേരീസ് അക്കോർഡിംഗ് ടു സിറ്റുവേഷൻസ്. അത് ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ മോഡറേറ്റിംഗ് ആണോ എന്നുള്ളത് നമ്മുടെ സ്റ്റഡി പോലെ ഇരിക്കും. എൻ്റെ സ്റ്റഡിയിൽ മോഡറേറ്റിംഗ് വേരിയബിൾ മറ്റൊരാളുടെ സ്റ്റഡിയിൽ ചിലപ്പോൾ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. എൻ്റെ സ്റ്റഡിയിലെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ മറ്റൊരാളുടെ മോഡറേറ്റിംഗ് ആയിരിക്കും. സോ ദാറ്റ് ക്യാൻ ചേഞ്ച്. ട്രെയിനിങ് എന്ന് പറയുന്നത് എപ്പോഴും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കണം എന്നില്ല. സെയിൽസ് എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ ഇറ്റ്സ് നോട്ട്. ഇതൊക്കെ എല്ലാം വേരിയബിൾസ് ആണ്. ബിക്കോസ് പലതും പലതനുസരിച്ച് മാറുന്ന കാര്യങ്ങളാണ്, കോൺസ്റ്റന്റ് അല്ല. സോ വി ജനറലി കോൾ ഇറ്റ് ആസ് വേരിയബിൾ. പക്ഷെ നമ്മളുടെ സ്റ്റഡിയിൽ നമ്മൾ ഇതിനെ ഇൻഡിപെൻഡൻറ്റോ ഡിപ്പെൻഡൻറ്റോ മോഡറേറ്റോ ആയിട്ടാണ് എടുക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഇന്ന വേരിയബിൾ ആണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ